എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരിലും സന്ദർശനം നടത്തുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലുള്ള NSG യൂണിറ്റ്, കമാൻഡോസിൻ്റെ യൂണിറ്റ് ഈ രണ്ട് ക്ഷേത്രത്തിലും മോക്ക് ഡ്രിൽ നടത്തി. പുലർച്ചെയാണ് നടത്തിയത്. ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് സന്ദർശനമില്ല. ആ സമയത്താണ് മോക്ക് ഡ്രിൽ നടത്തിയത്. അപ്പോൾ അതിനുശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു നരേന്ദ്രമോദി രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് കമാൻഡോസ് വന്നിട്ട് മോക്ക് ഡ്രിൽ നടത്തിയെന്ന്. ഇപ്പോൾ PM-ൻ്റെ ഓഫീസോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ BJP-യുടെ കേന്ദ്ര നേതൃത്വമോ BJP-യുടെ ഏതെങ്കിലും നേതാക്കന്മാരോ ആരും ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ തന്നിട്ടില്ല. അതായത് നരേന്ദ്രമോദി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഈ നിമിഷം വരെ അത് വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം എഴുതി വെച്ചോ, ഈ കമാൻഡോസ് വന്നിട്ട് മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് വന്നത്. അല്ല ചുമ്മാ വന്നിട്ട് മോക്ക് ഡ്രിൽ നടത്തി പോകാൻ അത്ര എന്താ പറയുക അവന്മാർ അങ്ങനെ ചെയ്യില്ല. എന്താ പറയുക കമാൻഡോസ് ഒന്നും അങ്ങനെ ചെയ്യില്ല. അവർ വ്യക്തമായ ഉദ്ദേശം പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ മോക്ക് ഡ്രിൽ നടത്തൂ. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദി എന്തായാലും ഈ രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മാസം തന്നെ, അതായത് ഫെബ്രുവരി മാസം മാർച്ച് മാസം ആദ്യത്തിലോ അത് സംഭവിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശിക്കണമെന്ന് വളരെ നാളുകൾക്ക് മുന്നേ, ഏകദേശം 1.5 വർഷം മുന്നേ തന്നെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഏകദേശം 1 വർഷം മുന്നേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി ഗുരുവായൂർ വന്നപ്പോൾ അന്ന് ഈ രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ലാത്തത് കാരണം അവിടെ അന്ന് ആഗ്രഹം നടന്നില്ല. അതിനുശേഷം പ്രധാനമന്ത്രിയെ പോലുള്ള ഇത്രയും സെക്യൂരിറ്റിയിലെ ഒരാൾ, അതായത് ലോകത്തിലെ ഏറ്റവും തീവ്രവാദി സംഘടനകളെ നോട്ടപ്പുള്ളിയായ ഒരാൾ പോലും പ്രത്യേകിച്ച് ഈ സെക്യൂരിറ്റി സംവിധാനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റില്ല. അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേണം. അപ്പോൾ അതില്ലാത്തത് കാരണമാണ് അന്ന് ആഗ്രഹം നടക്കാഞ്ഞത്. പിന്നെ മോദിയുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശിക്കണം മോദിയുടെ വലിയ ആഗ്രഹമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുന്നേ, ഏകദേശം 1.5 വർഷം മുന്നേ സ്വപ്നത്തിൽ ദർശനം നൽകി മുത്തപ്പൻ. അപ്പോൾ ആ നരേന്ദ്രമോദിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ ദേവൻ ആരാണെന്നും ഈ ക്ഷേത്രം എവിടെയാണെന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ആ നരേന്ദ്രമോദി ചില പൂജാരിമാരും ചില ഈ ആധ്യാത്മിക ആചാര്യന്മാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മനസ്സിലായത്. സാക്ഷാൽ പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് തനിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയതെന്ന്. അന്ന് തൊട്ട് മോദിയുടെ ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രം സന്ദർശിക്കണമെന്ന്. ഇന്നാണ് അത് ഏകദേശം ആ ആഗ്രഹം സഫലീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ സംബന്ധിച്ചിടത്തോളം രാജരാജേശ്വര ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലം, ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് രാജരാജേശ്വര ക്ഷേത്രം. അവിടെ അമിത്ഷായും ഒരു ജയലളിതയും യെദ്യൂരപ്പ അങ്ങനെയുള്ള പല ഉന്നത നേതാക്കന്മാരടക്കം അവിടെ വന്നിരുന്നു. ഈ അമിത്ഷാ പോലും ആഭ്യന്തരമന്ത്രി ആകുന്നതിന് മുന്നേ തന്നെ, അതായത് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അവിടെ വന്നിരുന്നു. അപ്പോൾ വേണ്ട പൂജാവിധ കർമ്മങ്ങളൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു അവിടെ അമ്പലത്തിൽ. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി BJPക്ക് ഇത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന 3 ജില്ലകളിലൊന്നാണ്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂർ, ഒന്ന് കണ്ണൂർ. നമുക്കറിയാം, കണ്ണൂർ CPM-ൻ്റെ പാർട്ടി ഗ്രാമമാണ്. ഈ തളിപ്പറമ്പ്, ഈ പറശ്ശിനിക്കടവ് എന്നൊക്കെ പറഞ്ഞ ഈ പറശ്ശിനിക്കടവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അതൊക്കെ പാർട്ടി ഗ്രാമങ്ങളാണ്, പക്കാ പാർട്ടി ഗ്രാമങ്ങളാണ്. അതായത് എന്ത് തന്നെയായാലും നമ്മൾ CPM-നെ വോട്ട് ചെയ്യൂ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദി വരുന്നത്. അപ്പോൾ അതിനൊരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി BJP ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന കുറച്ച് ജില്ലകളിലൊന്നാണ് കണ്ണൂർ. അപ്പോൾ സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൃശ്ശൂർ കിട്ടിയില്ലെങ്കിൽ ഞാൻ കണ്ണൂർ മത്സരിക്കും അന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് BJP. അതായത് BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജാതിപരമായി നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ തീയ സമുദായ ആൾക്കാരാണ്. ഈ തീയ സമുദായം എന്ന് വെച്ചാൽ CPM-ൻ്റെ ഒരു വോട്ട് ബാങ്കാണ് CPM-ൻ്റെ. അപ്പോൾ ഈ സമുദായത്തിലെ മിക്ക ആൾക്കാരും ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതായത് CPM-ൻ്റെ അമിതമായ ഇസ്ലാമിക പ്രീണനം കാരണം മനം എടുത്തിട്ട് പാർട്ടി സഖാക്കന്മാരൊക്കെ പാർട്ടി വിട്ട് ഇപ്പോൾ BJPയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ പല സ്ഥലത്തും കഴിഞ്ഞ ദിവസം തന്നെ CPM പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലങ്ങളൊക്കെ പിടിച്ചെടുക്കണം എന്നൊക്കെ. പല അമ്പലങ്ങളും CPM നേതാക്കന്മാർ ഇടപെട്ട് അവിടെ പിടിച്ചെടുക്കാൻ നോക്കുമ്പോഴും അവിടെ തടസ്സമായി നിൽക്കുന്ന വിശ്വാസികളായ ഇത്തരം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു. പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പല തലത്തിലുണ്ട്. അതായത് നിരീശ്വര വിശ്വാസികളായ CPM അമ്പലത്തിൽ എന്തിന് കയറുന്നു, ആ തരത്തിലുള്ള ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നരേന്ദ്രമോദി കയറി വരുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ മേലെയായിരിക്കും CPM നേതാക്കന്മാർ ചിന്തിക്കുന്നതിന്, അതൊക്കെ മേലെയായിരിക്കും. സാക്ഷാൽ പിണറായി വിജയൻ്റെ ജില്ലയിലേക്ക് തന്നെയാണ് നരേന്ദ്രമോദി വരുന്നത്. അതായത് പറശ്ശിനിക്കടവിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലക്കാരുടെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലക്കാരുടെ ഒരു വികാരമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദി കയറി വരുന്നത്. അതായത് തനിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയ ആ ദേവാദിദേവനെ ദർശിക്കാൻ വേണ്ടി നരേന്ദ്രമോദി പറശ്ശിനിക്കടവിലേക്ക് വരുന്നു. അതിനൊരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. CPM-ൻ്റെ അടിത്തറ കോട്ട ഇളക്കും ഈ നരേന്ദ്രമോദിയുടെ ഈ വരവുണ്ടല്ലോ, CPM-ൻ്റെ അടിത്തറ ഇളക്കും തന്നെയാണ് BJP നേതൃത്വം വിശ്വസിക്കുന്നത്.
അപ്പോൾ CPM ഇതിനെ കാണുന്നത് വളരെ അതീവ ഗൗരവത്തോടു കൂടിയാണ് CPM ഇതിനെ കാണുന്നത്. നമുക്കറിയാം ഇപ്പം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക തീവ്രവാദം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഹെഡ് ഓഫീസ് മാതിരി തന്നെയാണ് കണ്ണൂർ. നമുക്കറിയാം IS-ലേക്കൊക്കെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അഭ്യസ്തവിദ്യരായ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ IS-ലേക്ക് പോയത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുക നരേന്ദ്രമോദിയുടെ വരവ് ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം. അത് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാവുന്നത്? BJP കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറഞ്ഞ ഒരു പാർട്ടി ഗ്രാമമാണ്. ആ പാർട്ടി ഗ്രാമമൊക്കെ ചുവപ്പ് മാറി കാവി അണിയാൻ പോകുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ വരവ് അതിന് ആക്കം കൂട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ക്ഷേത്രം ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ എന്തിനാണ് നരേന്ദ്രമോദി വരും എന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ എല്ലാ മാധ്യമങ്ങളും അത് പുറത്തുവിടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കമാൻഡോസ് വന്നിട്ട് മോക്ഡ്രിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും അവിടെ വരും. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഈ ഹിന്ദുക്കളുടെ ഇടയിലുണ്ടല്ലോ, ഹിന്ദു സമാജത്തിൻ്റെ ഇടയിലും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് മുമ്പ് അമിത്ഷാ രാജരാജേശ്വര ക്ഷേത്രത്തിൽ വന്നപ്പോഴും അപ്പോഴൊന്നും അധികം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ യെദ്യൂരപ്പ വരുമ്പോഴൊക്കെ അധികം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. ഈ CPM സപ്പോർട്ട് ചെയ്യുന്ന തീയ സമുദായം, അത്തരത്തിലെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ BJPയിലോട്ട് മാറും. അതായത് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതായത് നരേന്ദ്രമോദി സംബന്ധിച്ച് നമുക്കറിയാലോ, എല്ലാ ആധ്യാത്മിക കാര്യങ്ങളും അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിനൊക്കെ പരിഗണന നൽകുന്ന ഒരാൾ തന്നെയാണ് നരേന്ദ്രമോദി, സാക്ഷാൽ നരേന്ദ്രമോദി. നമുക്കറിയാം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് നടത്തിയത് നരേന്ദ്രമോദിയാണ്. ആ സമയത്തൊക്കെ ഹിന്ദു സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഒരു മൈലേജ് ചെറുതല്ല. ഈ വരവോടുകൂടി കേരളത്തിൽ CPM കാര്യം കട്ടപ്പുറത്താകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വെച്ചാൽ CPM കോർ വോട്ട് ബാങ്കായ തീയ സമുദായത്തിൻ്റെ ഇടയിലേക്ക് തന്നെയാണ് നരേന്ദ്രമോദി കണ്ണുവെച്ച് വരുന്നത്. അതിൽ ഒരു സംശയമില്ല. ഈ സമുദായം CPM വേണ്ടി ഒരുപാട് കാലം ഈ പാർട്ടിയെ സഹായിച്ചതും അത് തുടർ ഭരണത്തിൽ ഏറാൻ സഹായിച്ചതൊക്കെ ഈ സമുദായം തന്നെയാണ്. പക്ഷേ ആ സമുദായത്തോട് നീതി പുലർത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല. പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ഇസ്ലാമിക പ്രീണനം കാരണം പാർട്ടിയുടെ ആശയങ്ങൾ വ്യതിചലിച്ചു. സാക്ഷാൽ പിണറായി വിജയൻ പോലും ഇപ്പം എന്താ പറയുക, ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഹമാസിനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ട് പോലും ഒരക്ഷരം മിണ്ടിയില്ല CPM. അതായത് അത്രത്തോളം തീവ്രവാദികൾക്ക് എത്രത്തോളം മൈലേജ് കൊടുക്കുന്നത്, അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തിനാലും 2026 ഇലക്ഷൻ മുൻനിർത്തി എന്താ പറയുക, നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലോട്ട് വരുമ്പോൾ അതിനൊരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. CPM വോട്ട് ബാങ്ക്, CPM അടിത്തറ ഇളക്കും നരേന്ദ്രമോദി ഈ വിസിറ്റ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കണ്ണൂർ ജില്ലയിലെ ആൾക്കാരുടെ ഒരു വികാരമാണ്. ആ വികാരത്തിലേക്കാണ് നരേന്ദ്രമോദി ടാപ്പ് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് പോയിന്റ്. ആ പോയിന്റിലാണ് നരേന്ദ്രമോദി ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2026 നമുക്ക് CPM വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CPM കോൺഗ്രസിനൊക്കെ ഇവിടെ വോട്ട് ചെയ്യേണ്ടത്? ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ ഇവർ വോട്ട് ചെയ്യേണ്ടത്? അപ്പോൾ അവർ മാറി ചിന്തിച്ചു തുടങ്ങി. എന്തിനാലും നരേന്ദ്രമോദി സന്ദർശനം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കും. വമ്പൻ ഇമ്പാക്റ്റ് ആയിരിക്കും. ഈ CPM പ്രതീക്ഷിക്കുന്നതിനും അതുക്കും മേലെയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് കാത്തിരിക്കാം നരേന്ദ്രമോദി പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്നതും സാക്ഷാൽ ദേവാദിദേവൻ്റെ ആ കാൽപാദങ്ങൾ തൊട്ട് വന്ദിക്കുന്നത് കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.